അപ്പം നോക്കുന്നത് എന്നെ കൂടെ കാണിക്കുന്നു ആണോ? ജാല കുടുംബശ്രീക്കാരുടെ വ്ളോഗല്ലേ ഇത്? അതേ ജാലാണ് കണ്ടേക്കുന്നത്. കൊച്ചുമോള് മോളി ചേച്ചി പൊന്നമ്മ ചേച്ചി ഇവരെല്ലാം ഉണ്ടല്ലോ. നമുക്ക് അറിയാവുന്നതല്ലേ? ആ തേക്കടിക്ക് പോയിട്ടേക്ക് അല്ലേ? തുടങ്ങണം. ഞാൻ പോവാ, മഴ വരുന്നുണ്ട്, തുണിയൊക്കെ എടുത്തിട്ട് ഞാൻ പോവാ. നിങ്ങൾ കണ്ടോണ്ടില്ലേ? നേരെ കൊണ്ടില്ല. ഇതുപോലെ ഈ മഴ വരുന്നുണ്ട് പറമ്പ് നിറച്ചു തുണി കിടക്കുന്നത് പെറുക്കിയിടാണ്. അതൊന്നും പെറുക്കിയിടാതെ വിറകാണെന്ന് പറമ്പ് മുഴുവൻ കിടക്കുന്നത്. അതൊന്നും പെറുക്കി പറഞ്ഞു വെക്കാം. ഇതൊക്കെ ഇതുപോലെ കാണുന്ന കാഴ്ച കണ്ടില്ലേ? ഫോൺ കണ്ടോണ്ടിരിക്കുക. എല്ലാവരും പോവണ്ണങ്ങളെ പിന്നെ മഴ കഴിഞ്ഞ് നമ്മൾ കാണാം. അവിടെ എല്ലാവരും എല്ലാവരും തുണിയെല്ലാം പെറുക്കിയിട്ട് പിന്നെ വിറവെല്ലാം പെറുക്കി വെച്ചു. പിന്നെ പണിയൊക്കെ മണിക്കുമ്പോൾ തീർക്കും. അത് തന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ ഇത് കണ്ടോണ്ടിരിക്കുന്നത്. വേറെ ആരും കാണുന്നതിന് ഒരു കുഴപ്പമില്ല. ഇതല്ലെങ്കിൽ നമ്മൾ കാണുന്നത് നിങ്ങൾക്കറിയാവോ ചേച്ചി? അങ്ങനെയുണ്ടല്ലോ ഇന്ന് ഈ മൊബൈൽ എടുക്കുക ചെയ്ത് അന്നേരം അമ്മയ്ക്ക് തോന്നുന്നു. മകളൊരു സിമ്പിളത്തിൽ നമുക്ക് എല്ലാവരും ഒരുപോലെ തന്നെയാണ്. എല്ലാവരും കൂടെ എല്ലാ പണിയാണ് എളുപ്പം ചെയ്ത് തീർത്തേ. അങ്ങനെ പറഞ്ഞു. ഞാൻ തന്നെ പോയി എടുത്തോളാം. വേണ്ട ഞങ്ങൾ പോയി എടുത്തോളാം. ഞങ്ങൾ പോയി എടുത്തോളാം. ഞാൻ വരാം. സ്വന്തം മോളെ എന്നോട് എപ്പോഴും ഇവിടെ തന്നെ ദിവസം സാരി ഇഷ്ടം പോലെ ഉണ്ട് അമ്മയ്ക്ക്. സാരി വേണ്ട. അല്ലാതെ അമ്മയ്ക്ക് മൊബൈൽ ഫോൺ നല്ല കാര്യം. ഭയങ്കര ഇഷ്ടമാണ് വാട്സപ്പം ഈ യൂട്യൂബൊക്കെ കാണാൻ. ഞങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേന് ഓടി വരും. അത് തന്നെ നമ്മൾ ഈ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ ഇതൊക്കെ സീരിയലൊക്കെ വിട്ടു പോകുന്ന നമുക്കത് ഓർഡർ ചെയ്യാം. എന്നാ എടി നീ അത് ഓർഡർ ചെയ്യും. ഏത് ഇതിലാണ് ചെയ്യുന്നത്? മീഷോയിലാണോ മറ്റേ ഫ്ലിപ്കാർട്ടിലാണോ? ഏത് നോക്ക് ചേച്ചി നോക്ക്. എന്നാ ഏത് കമ്പനിയുടെ മേടിക്കാനാ? റെഡ്മി ഓർഡർ ചെയ്യാവേ. എടി 13,000 രൂപയ്ക്ക് നല്ല പൊളി ഫോണുണ്ട്. നമുക്കത് ഓർഡർ ചെയ്താൽ ഓഫറല്ലേ? 13,000 നെറ്റ് പ്രൈസ് വേറെയാണേ. ഞാനൊന്ന് ചെയ്തോട്ടെ. ഞാൻ ചെയ്യാം. കൺഫേംഡ് ആയേ കേട്ടോ. ആണോ? എപ്പോഴത്തേനാ ഡെലിവറി? നാളെ കഴിഞ്ഞു. പമ്പൂര് തങ്കമണിയുടെ വീട് ഇതാണോ? അല്ല ഒരു ഫോൺ ഓർഡർ ചെയ്തായിരുന്നു. വിളിക്കാഞ്ഞേ വിളിക്കാൻ നോക്കിട്ട് കീന്നടിക്കുന്നല്ലേ? ഇതല്ലേ ഓൺലൈൻ വഴി ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങൾ നോക്കട്ടെ. എങ്ങനെയാണ് നീ കൊടുക്കാൻ തോന്നുന്നില്ലല്ലേ? അമ്മയ്ക്ക് കൊടുക്കണോടി. ഇല്ല കൊടുക്കാം. നമ്മൾ ആഗ്രഹിച്ച പോലെ ഫോണാണോ കൊടുക്കാം? അമ്മയ്ക്ക് ഇതൊക്കെ ഇനിയിപ്പോൾ നമ്മൾ പഠിപ്പിച്ചും കൊടുക്കണം അല്ലേ? പിന്നല്ലേ അമ്മേ, നമ്മളൊരു ഫോൺ മേടിച്ചിട്ടുണ്ടോ അമ്മയ്ക്ക് കേട്ടോ? എന്ന് എനിക്ക് ഫോണിന്റെ പരിപാടി ഒന്നും അറിയത്തില്ല. ഞാനിത് എങ്ങനെ ചെയ്യാൻ? അമ്മ ഞങ്ങൾ കുറ്റമൊക്കെ പറഞ്ഞില്ല. അമ്മയ്ക്ക് അമ്മയ്ക്ക് ഒത്തിരി ആഗ്രഹമല്ലായിരുന്നു ഒരു ഫോൺ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ഞാനെന്നെ എനിക്കൊന്നും അറിയത്തില്ല ഫോണിനെ പറ്റി. ഞങ്ങൾ പഠിപ്പിച്ചു തരാം. കൊള്ളാവുന്ന നല്ല ഫോണ്. ഓ നല്ല പുറത്തെ കളറൊക്കെ കണ്ടോ? കണ്ടു. നല്ല എത്തുവാണേ. അതിന്റെ വില കേട്ടോ അമ്മ പഠിച്ചാൽ. ഞാനത് ഇതിന്റെ ഫോട്ടോ എടുക്കാവേ. ആ ഫോണിന്റെ ആ വാട്സപ്പും പിന്നെ അതെല്ലാം ഒന്ന് പഠിപ്പിച്ചു തന്നെ. പിന്നെ അമ്മയ്ക്ക് ഇപ്പൊ എന്നാ ഇപ്പൊ അങ്ങോട്ട് ഫോൺ കിട്ടിയതേ ഉള്ളൂ. ഇപ്പോഴേ ഇതൊക്കെ പഠിക്കണോ? അതൊക്കെ പഠിപ്പിച്ചാൽ ഞാൻ പഠിച്ചോളൂ. കാണിച്ചത് സമയം എടുത്ത് പഠിപ്പിക്കാമല്ലോ. വാട്സപ്പ് വേണം. പിന്നെ നമ്മുടെ വാട്സപ്പ് എടുത്താൽ എങ്ങനെയാണ്? ഫേസ്ബുക്ക് ഫേസ്ബുക്ക് എടുക്കാം. ഫേസ്ബുക്ക് എനിക്ക് ഇൻസ്റ്റഗ്രാമോ അതൊന്നും എടുത്തു വന്നാടി. എന്റെ അമ്മ 100 കൂട്ടം പണി കിടക്കുമ്പോഴാണ് അമ്മ ഈ കളി കളിക്കുന്നത്. അമ്മയ്ക്ക് ഈ പ്രായമായപ്പോ എന്തിനാ യൂട്യൂബ്? പിന്നെ പിള്ളേർ എനിക്ക് കൊണ്ട് തന്ന ഫോണല്ലേ. പിന്നെ എനിക്ക് ഇതൊക്കെ പഠിക്കരുത്. കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മേ ഇന്നലെ നമ്മൾ ഇതിലെ കാപ്പിക്ക് ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്ന ഇടിയപ്പത്തിന്റെ മാവിനകത്ത് ഉപ്പിട്ടതാണോ?
ചെന്ന് ഇളക്കി നോക്കി ഉപ്പുണ്ടോ എന്ന് നോക്കാം നേരം അറിയാം. എന്റെ തുണി എനിക്ക് എഴുതി വെച്ചേ അത് അവിടെ ഇങ്ങനെ അയ കിടപ്പുണ്ട് ചെന്ന് നോക്കി അത് ഇതന്നെ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ ഫോൺ മേടിച്ചെന്നാണ് ഇപ്പൊ. അമ്മ ഗ്യാസിനും ബുക്ക് ചെയ്തായിരുന്നു. അമ്മ ഗ്യാസിനും ബുക്ക് ചെയ്തായിരുന്നു. ആ ഇന്നലെ ബുക്ക് ചെയ്തായിരുന്നു. ഈ ഫോൺ കിട്ടിയപ്പോ അത് വരുവാടിക്കൊണ്ടിരിക്കും. വല്ല ആവശ്യം ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ആ ഫോൺ എടുത്ത് കൊടുക്കണ്ടേ? ഇപ്പൊ അതേ തോണ്ടിക്കൊണ്ട് കുത്തിയിരിക്കുവല്ലേ. ഇല്ലാത്ത പൈസ ഉണ്ടാക്കി മേടിച്ചതാ. പൈസയുടെ കാര്യം പോട്ടെ, ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം കേൾക്കത്തുമില്ല, ശ്രദ്ധിക്കത്തില്ല. അതേ കുത്തിക്കൊണ്ടിരിക്കുക. മക്കളെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് മദേഴ്സ് ഡേ ആണ്. അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ അമ്മമാരെ ആദരിക്കാം. വളരെ ത്യാഗത്തിൽ കൂടെ ഈ അമ്മമാര് നമ്മളൊക്കെ വളർത്തിയെടുത്തത് കേട്ടോ. നമ്മുടെ അമ്മമാരാണ് അമ്മമാരെ നമ്മൾ അമ്മമാരായപ്പോഴാണ് അമ്മമാരുടെ വിലയായിരുന്നു. പണ്ടുള്ള അമ്മമാര് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ചതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് നിലയിലായത്. എല്ലാവരും സന്തോഷം. ഇന്നത്തെ അമ്മമാർക്ക് കഷ്ടപ്പാടില്ലെന്നല്ല, നമ്മൾ അവരെ ആദരിക്കുക കേട്ടോ. എല്ലാം അല്ല എല്ലാ അമ്മ നമ്മളിപ്പം ഒരു ഇൻട്രോ ആയിട്ടൊരു വീഡിയോ കൊടുത്തായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു അമ്മയ്ക്ക് ഫോൺ കൊടുത്ത് അമ്മയുടെ ആഗ്രഹങ്ങളാണ് അത് എല്ലാ അമ്മമാർക്കും ആഗ്രഹങ്ങളുണ്ട്. അവരുടെ ആഗ്രഹങ്ങളെല്ലാം അമ്മയ്ക്ക് വെക്കുന്നത് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ അമ്മമാർക്കും ഞങ്ങളുടെ ജാഥ കുടുംബശ്രീയുടെ വക ഹാപ്പി മദേഴ്സ് ഡേ. അപ്പോൾ എല്ലാവരും പറഞ്ഞു അപ്പം എല്ലാവരും ഇവിടെ വന്നാട്ടെ. ഞങ്ങളുടെ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.